2017 ശേഷം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകട്ടോ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതിനകത്തൊരു കട്ട് ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കട്ട് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു പെട്രോ ഹെഡ് മോട്ടോ ഗാരേജ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. എത്തിയോസ് ഫുൾ ട്രാക്ക് മോഡ് ചെയ്ത ഒരു വണ്ടിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് DTS റേസിംഗ് അക്കാദമിയുടെ ഗരാജിൻ്റെ അടുത്താണ്. ഈ കാണുന്നതാണ് നമ്മുടെ കരീം മോട്ടോ സ്പീഡ് വേ കേട്ടോ. അപ്പോൾ ഇവിടെ ട്രാക്കിൽ ഇറങ്ങുന്ന കുറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടില്ലേ, ഈ വരുന്നതാണ് വണ്ടി. അതായത് 2017 ഈ വണ്ടി ലാസ്റ്റ് ട്രാക്കിൽ ഇറങ്ങിയത്. അതിനുശേഷം ഈ വണ്ടി ഈ ഗരാജിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ടേക്കായിരുന്നു. അപ്പോൾ ആക്ച്വലി വണ്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു കോൾഡ് സ്റ്റാർട്ടാണ് നമ്മൾ ഇന്ന് ആക്ച്വലി ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ വണ്ടി നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് എടുത്ത് നിർത്താൻ പോവുകയാണ്. നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. കണ്ടില്ലേ, ഇതൊക്കെ വണ്ടിയുടെ ഗിയർ ബോക്സ് ആണ്. 1300 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഈ കാണുന്ന വണ്ടികളെല്ലാം. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, റേസ് ഓടിക്കുന്ന പിള്ളേർ പൊട്ടിച്ചേക്കുന്ന ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് മാരുതി എസ്റ്റീമിൻ്റെ ഇഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ വാക്ക് റൗണ്ട് കാണിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 5 വർഷത്തിനടുപ്പിച്ചായിട്ട് ഈ വണ്ടി ട്രാക്കിലൊന്നും ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു കോലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഫുൾ പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സൈലൻസറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് കണ്ടില്ലേ, ഇവിടെയാണ്. സൈഡിലാണ് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ. ബാക്കി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെയിറ്റ് കുറച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. ഫൈബർ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബോണറ്റ്, പിന്നെ അതേപോലെ ഫെൻഡർ കാര്യങ്ങളെല്ലാം ഫൈബറിലാണ് ചെയ്തേക്കുന്നത്. അതേപോലെ ബൂട്ടാണെങ്കിലും ഫൈബറാണ്. വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫുൾ ഫൈബറിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതേപോലെ ടയർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്നത് MRFൻ്റെ സ്ലിക്ക് ടയേഴ്സാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. കണ്ടോ, ത്രെഡ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ടൈപ്പ്. അതായത് നമ്മുടെ ട്രാക്ക് പർപ്പസിനായിട്ടുള്ള ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിലിട്ടേക്കുന്നത്. ബാക്കിൽ സാധാ ടയേഴ്സ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കിൽ ഇറങ്ങിയതിന് ശേഷം പിന്നീട് അത് വണ്ടി ഗരാജിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ചേഞ്ച് ചെയ്ത് കൊടുത്താണ്. ഹിഷാം എന്ന് പറയുന്ന ആളുടെ വണ്ടിയാണ് പെർഫ് അമാന. അതായത് ഇത് ഫുൾ പെർഫോമൻസ് ചെയ്തേക്കുന്ന അമാനയാണ്. ആദ്യം തന്നെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഉള്ളിലാണെങ്കിലും എലിയൊക്കെ കയറി ഫുൾ നാശമാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മളെന്താണെങ്കിലും ഒരു ട്രാക്കിൽ ഓടിക്കുന്ന ഒരു വണ്ടി കോൾ സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടിയതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ്. വലിയ ടാസ്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ട്രാക്കിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ സൈഡ് കാര്യങ്ങളെല്ലാം പക്കിയായിരിക്കും. നമുക്ക് വണ്ടിയുടെ അകത്തിരുന്ന് തന്നെ ഡയറക്റ്റ് കണക്ഷനും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് തന്നെ സ്റ്റാർട്ടാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറേ കിൽ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റിങ്വിഷർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അകത്തുണ്ട്. റോൾ ഗേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അകത്തുള്ള സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞേക്കുന്നത് വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാട്ടോ. ഇതാണ്ടില്ലേ, ഡോർ പാഡ് സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ നിന്ന്. പിന്നെ ഏതാ മീറ്റർ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒക്കെ എടുത്ത് കളഞ്ഞ് ഫുൾ ട്രാക്ക് മോഡ് ചെയ്തൊരു വണ്ടിയാണ്. കണ്ടോ, ഇതാണ് ബാക്കിലെ ഡോറ് തുറന്നാലുള്ളൊരു കാര്യങ്ങളൊക്കെ പൊളി സാധനമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലൊരു സാധനമല്ല, ആകെ ഉള്ളത് ഈ റോൾ ഗേജ് കാര്യങ്ങൾ അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ അതേപോലെ നമ്മുടെ സീറ്റും. അപ്പോൾ കാശ് വണ്ടിയുടെ ചെറിയൊരു വാക്ക് റൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇത് MRF നാഷണൽ റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2017 ഓടിച്ചൊരു വണ്ടിയാണ് കേട്ടോ. IJTC, അതായത് ഇന്ത്യൻ ജൂനിയർ ടൂറിംഗ് കാറാണ് ഇത്. അതായത് ഇതിൻ്റെ ഒരു കാറ്റഗറി വരുന്നത്. ഈ ആരോ മാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കുള്ളൊരു സംശയമായിരിക്കും. ഇവിടെയാണ് ഇതിൻ്റെ ടോ ഹുക്ക് വരുന്നത്. ടോ ചെയ്യാനുള്ളതിൻ്റെ ഹുക്ക് ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മാർക്കിങ് കാര്യങ്ങളാണ്. അതേപോലെ ഈ സാധനം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ബോണറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ, അതായത് ഇൻ കേസ് ഓഫ് ഫയറോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ട്യൂണിങ്ങിൻ്റെ ഒക്കെ ഒരു ആവശ്യം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ, അതായത് ഉള്ളിലുള്ള കേബിളിൽ നമ്മളൊക്കെ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ളൊരു ഇത് കൊടുത്തേക്കുന്നത്. ഈ സാധനം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ഒരു വിരലിൽ സിമ്പിളായിട്ട് നമുക്ക് പൊക്കാനും താത്താനും പറ്റും. നല്ല വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഫൈബറിലാണ് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതെല്ലാം ഫൈബറാണ്. അതേപോലെ ഇഞ്ചിൻ്റെ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ ഇഞ്ചിൻ ഫുള്ളി സ്റ്റോക്കാണ്. AC കംപ്രസർ അതേപോലെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തുനിന്ന് ഊരി കളഞ്ഞിട്ടുണ്ട്. അതിനുള്ള കസ്റ്റം മെയ്ഡ് ഇൻടേക്കാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഒരു BMCയുടെ എയർ ഫിൽറ്ററും ഇതിനകത്ത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ECU കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ എത്തിയൂസിന് തന്നെ വരുന്ന സ്റ്റോക്ക് ഇഞ്ചിൻ
അതിനകത്താണെങ്കിലും വേറെ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എഞ്ചിൻ സൈഡിൽ വരുത്തിയേക്കുന്ന ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റം എയർ ഇൻടേക്കാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററും, ഈ 2 കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. പിന്നെ അല്ലാതെ എഞ്ചിൻ സൈഡ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. എക്സോസ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. എക്സോസ്റ്റിൽ നിന്ന് തന്നെയായിട്ട് ഇത് കണ്ടില്ലേ, ഓക്സിജൻ സെൻസറിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് സെൻസർ 1, അടിയിലായിട്ട് സെൻസർ 2, ഇതാണ് എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. കസ്റ്റം മെയ്ഡ് ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ഈ സൈഡിലായിട്ടാണ്, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സൈഡിലാണ് ആ എക്സോസ്റ്റിൻ്റെ ടെയിൽ എൻഡ് വന്നേക്കുന്നത്, ഈ സൈഡിലായിട്ടാട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ സൈഡിൽ നിന്നുള്ളൊരു കാര്യങ്ങൾ പറയാനുള്ളത്, എഞ്ചിൻ റൂമിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ അതേപോലെ ബോണറ്റിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഈ സൈഡിൽ നിന്ന് നമ്മൾ ആ പുറത്ത് തുറന്നപ്പോൾ കാണിച്ചത് അത് ഇതിലായിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. ബാക്കി ഇതിനകത്ത് ലോക്ക് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ ബാക്കിയുള്ള എല്ലാ കണക്ഷൻസും, ഹെയർ ബാഗിൻ്റെ കണക്ഷൻ അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് നിന്ന് ഊരി വെച്ചിട്ടുണ്ട്. മാക്സിമം ഈ വണ്ടിക്ക് എത്ര വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും വെയിറ്റ് കുറച്ചിട്ടാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഈ കാണുന്ന ഫെൻഡർ ഇതെല്ലാം ഫൈബറിൽ ചെയ്തെടുത്താന്ന് അപ്പുറത്ത് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ബൂട്ടാണെങ്കിലും ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഒരു വിരലിൽ അല്ലെങ്കിൽ 2 വിരലിൽ ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റും. ഇതും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഫൈബറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ടായിട്ടും ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടോ ഹുക്കിൻ്റെയാണ്. അതായത് വണ്ടി ട്രാക്കിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ടോ ചെയ്ത് കൊണ്ടുപോകാനുള്ളതിൻ്റെ ടോ ഹുക്കിൻ്റെ ആരോ മാർക്കാണ് ഈ കൊടുത്തേക്കണത് കേട്ടോ. ഇത് ബാക്കിലെ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും ആക്ച്വലി ഈ വണ്ടിക്കില്ല. എല്ലാ കണക്ഷൻസും ഊരി വിട്ടിട്ടുണ്ട്. 2017 ഈ വണ്ടി ട്രാക്കിൽ ഓടിച്ചത് ഹിഷാം എന്ന് പറയുന്ന ഒരു മലയാളിയാണ്, കോഴിക്കോടുകാരാണ്. അപ്പോൾ ഹിഷാം എന്ന് പറയുന്ന ആളാണ് ഈ വണ്ടി 2017 ട്രാക്കിൽ ഓടിച്ചത് കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കുറച്ച് ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ഫ്ലാഗുകളും കാര്യങ്ങളും കേട്ടോ. അപ്പോഴത്തേക്കാശം ഇതാണ് റേസ് ഡൈനാമിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ECU കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം കേട്ടോ. എക്സ്റ്റിങ്യൂഷറാണ്, ഇൻ കേസ് ഓഫ് ഫയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് അടിക്കാനുള്ള എക്സ്റ്റിങ്യൂഷറും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി ഗിയറിൻ്റെ ഇതെല്ലാം സ്റ്റോക്കാണ്, ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളെല്ലാം സ്റ്റോക്കാണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് ബെൽറ്റാണ്. സീറ്റ് ബെൽറ്റ് വന്നേക്കുന്നത് 6 പോയിൻറ്റ് ഹാർനസ് സേഫ്റ്റി ഉള്ളൊരു സീറ്റ് ബെൽറ്റും കാര്യങ്ങളുമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതേപോലെ സീറ്റ് ആണെങ്കിലും 2 റേസ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു സീറ്റേ ഉള്ളൂ ഈ വണ്ടിക്കകത്ത്. FIA അപ്രൂവ്ഡ് ആണ് ഈ വണ്ടിയിലുള്ള കംപ്ലീറ്റ്, അതായത് സീറ്റ് ആയിക്കോട്ടെ, പിന്നെ അതേപോലെ നമ്മുടെ റോൾ ഗേജ്, സീറ്റ് ബെൽറ്റ്, ഈ കംപ്ലീറ്റ് സാധനങ്ങൾ FIA അപ്രൂവ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. 1.5 ലിറ്റർ എഞ്ചിനാണെന്ന് പറഞ്ഞു. ECUവിൽ മാത്രമാണ് ഇതിനകത്ത് ഈ മാപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി എഞ്ചിൻ സൈഡ് ഓപ്പൺ ചെയ്തിട്ട് യാതൊരു മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഇതിനകത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ 2017 ശേഷം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകട്ടോ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയൊരു ടാസ്ക് പിടിച്ച കേസാണ്. ഈ റോൾ ഗേജിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളൊരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ആദ്യം തന്നെ ഇതിനകത്തൊരു കട്ട് ഓഫ് സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കട്ട് ഓഫ് സിസ്റ്റം. കട്ട് ഓഫ് സിസ്റ്റം നമ്മൾ പ്രസ് ചെയ്യുക, നേരെ തിരിക്കുക. ഇപ്പോൾ വണ്ടിയുടെ കട്ട് ഓഫ് സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്, അതായത് ബാറ്ററി കാര്യങ്ങളെല്ലാം ഓണായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ വണ്ടി ന്യൂട്രൽ പൊസിഷനിലാക്കി ദെൻ കീയിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓണായിട്ടുണ്ട്. സീരിയസ്ലി അതൊരു കോൾഡ് സ്റ്റാർട്ട് തന്നെയായിരുന്നു. വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്. ഓ ഗായ്സ്, അപ്പോൾ വണ്ടിയുടെ ഇൻടേക്കിനകത്ത് കുറച്ച് ഫ്യൂൽ കൊടുക്കാം കേട്ടോ നമ്മൾ. എന്നിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
നല്ലപോലെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ആ ഒരു കോൾ സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഇത്രയും കാലം വണ്ടി ആ സ്റ്റാർട്ടാവാതെ നിന്നതിൻ്റെ ഒരു ഫെയറിങ് പോലെയൊക്കെയാണ് കാണിക്കുന്നത് വണ്ടി. ഐഡ്ലിങ് പ്രോപ്പറായിട്ടില്ല, അതുകൊണ്ടാണ് ഒരു ചെറിയൊരു വണ്ടി ഒരു ഫ്യൂവല് കിട്ടാത്ത പോലെ കാണിക്കുന്നത് കേട്ടോ. മാരക സാധനം മാരകാണ്. നമ്മളങ്ങനെ ഒരു റേസ് കാർ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ. എത്രത്തോളം ഓഡിബിൾ ആണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരകമാണ്. ശരിക്കും നമ്മളൊരു കുഴിയിലിരിക്കുന്ന ഒരു ഫീൽ ആട്ടോ. എക്സോസ്റ്റ് കാര്യങ്ങളാണ് ഈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എക്സോസ്റ്റ് താഴെ കിടക്കണോണ്ട് തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.